ഇറാനിൽ കയറിക്കൂടിയിട്ടുള്ള അമേരിക്കയുടെ CIA ഏജന്റുമാരും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദ് ഏജന്റുമാരും കംപ്ലീറ്റ്ലി ഇറാൻ ഇങ്ങനെ പുച്ചക്കുട്ടികൾ എടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഇറാനിലെ ഒരുവിധം സോഷ്യൽ സൈറ്റുകളിലും എല്ലാത്തിലും ഈ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ്റെ അകത്തുനിന്ന് നമുക്കറിയാം, ഇറാൻ്റെ അകത്ത് ഇറാൻ്റെ റെജീം ഇഷ്യൂസും കാര്യങ്ങളും കംപ്ലീറ്റ് ഉണ്ടാക്കിയത് ഈ സെറ്റകളായിട്ടുള്ള അമേരിക്കൻ CIA ചാരന്മാരും അതുപോലെ തന്നെ മൊസാദിൻ്റെ ചാരന്മാരും, അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇവന്മാർ അവിടെ വന്ന് കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടുണ്ടാക്കിയ കുത്തിത്തിരിപ്പ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഇറാനിലുണ്ടായിട്ടുള്ളത്. അത് ഇറാൻ കണ്ടുപിടിക്കാൻ കുറച്ച് വൈകിപ്പോയി, അല്ലെങ്കിൽ ഇറാന് പ്രോപ്പറായിട്ട് അത് സത്യമുള്ളത് പറയണമല്ലോ. ഇറാൻ്റെ കയ്യിലുള്ള ഒരു 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 പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഇവന്മാർ അവിടെ ഇത്രയും ആക്കിയപ്പോഴാണ് ഇറാൻ എന്നെ ബോധം വന്നത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലാതെ. അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 5000 ആളെ കൊന്ന് 6000 ആളെ കൊന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ ഒട്ടുമുക്കാലും 90% ഈ ഉച്ചാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ചാരന്മാർ തന്നെയാണ്. ഇവന്മാർ കൊന്നിട്ടുള്ള ബാക്കി കുറച്ച് ആൾക്കാരും ഇവന്മാർ തലയിൽ തിരികയറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആളുകളും തന്നെയാണ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വീഡിയോസ് ഞാൻ വെച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം കാംനി തന്നെ പുറത്തോട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 3 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്ന്, കംപ്ലീറ്റ്ലി പ്രോപ്പർലി ഈ പറഞ്ഞ ഏജന്റുമാർ. രണ്ടാമത്, ഈ ഏജന്റുമാർ കുത്തിത്തിരിച്ച് അങ്ങോട്ട് കിടത്തിയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ. പിന്നെ ഇറാനിൽ കുറച്ച് ചിന്തകൾ മാറി നിൽക്കുന്ന ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുള്ള കുറച്ച് ഇറാനികൾ. ഈ 3 വിഭാഗങ്ങൾ അവിടെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത്. ഇവന്മാരെ 3നെയും പൂട്ടും. ഇവന്മാരെ 3നെ പൂട്ടും ചെയ്യും. രാജ്യത്ത് ഇത്ര ഒരു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്മാരെ തട്ടുകയും ചെയ്യും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇന്നലെ ഇവരെ ക്യാപ്ചർ ചെയ്യുന്നതിൻ്റെ കുറേ വീഡിയോസ് ഇവർ പുറത്തോട്ട് വിട്ടു. ഇതാണ് ആ വീഡിയോസ്. നിങ്ങൾ കണ്ടില്ല, അതായത് ഇങ്ങനത്തെ ആളുകളെ ക്യാപ്ചർ ചെയ്ത് കുറേ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം കൊണ്ട് ഇറാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കയറി വന്ന ആൾക്കാരെ അങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന് കിട്ടുന്ന ആൾക്കാരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അവിടെ പോയിട്ട് ഇറാൻ്റെ IRGC അല്ലെങ്കിൽ ഇറാൻ്റെ മറ്റ് സൈനിക വിഭാഗങ്ങൾ ഈ പറഞ്ഞ ആളുകളെല്ലാത്തിനും പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ രാജ്യത്തുണ്ടായിട്ടുള്ള, അതായത് കാംനി പറയുന്നത് രാജ്യത്തുണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു കാറ്റഗറിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രക്തസാക്ഷികൾ, അതായത് ഭരണകൂടത്തിൻ്റെ സുരക്ഷാ പ്രതിരോധ സേനയിൽ ഉള്ളവരും അവരോടൊപ്പം പ്രവർത്തിച്ചവരും അവർ ഏറ്റവും മികച്ച രക്തസാക്ഷികളാണെന്നാണ് ഇന്നലെ കാംനി പറഞ്ഞിട്ടുള്ളത്. അവിടെ മരിച്ച ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ റെജീം ചേഞ്ചിൻ്റെ പ്രശ്നത്തിൽ മരിച്ച ആൾക്കാരുടെ കാറ്റഗറൈസേഷനാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. ഒന്ന് രക്തസാക്ഷികൾ, ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ആളുകളാൽ കൊല്ലപ്പെട്ട ആളുകൾ, അത് അവർക്ക് വേണ്ട ഏറ്റവും പരമോന്നത ഒരു സ്ഥാനം ഇറാനിൽ എപ്പോഴും കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇനി അതല്ലാതെ നിഷ്കളങ്കരായിട്ടുള്ള ഇതിൽ ചില ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ശത്രുക്കളുടെ പ്രലോഭനത്താൽ കൊല്ലപ്പെട്ട സാധാരണക്കാർ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ CIAൻ്റെയും ഈ പറഞ്ഞ മൊസാദ് ഏജന്റുമാരുടെയും പ്രലോഭനത്തിൽ വീണിട്ട് ഇതിലോട്ട് ചാടി പുറപ്പെട്ട് മരണപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. വളരെ സാധാരണക്കാരാണ്. ഇവരെല്ലാം രക്തസാക്ഷികളായിട്ടാണ് കാംനെ കാണുന്നത്. അതുമാത്രമല്ല അവിടുത്തെ ആളുകളെല്ലാം കാണുന്നത്. ഇനി അത് മാത്രമല്ല, തെറ്റിദ്ധരിക്കപ്പെട്ട കുറേ പേര് ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഗ്രൂപ്പുണ്ട്. അതായത് ശത്രുക്കളിൽ നിന്നും പണം വാങ്ങിയോ അതല്ലെങ്കിൽ വിവരമില്ലായ്മ കൊണ്ടോ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത് അവർ തങ്ങളിൽ ഒരാളാണ് എന്നും ഇതിൽ ഖേദം പ്രകടിപ്പിച്ചവർക്ക് മാപ്പ് നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഇത്തരത്തിലുള്ള പണം കൊടുത്തിട്ടും പ്രലോഭനങ്ങളും പെട്ടിട്ട് ഈ ഒരു ഇറാൻ റെജീമിനെതിരെ തിരിഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അവർ സ്വയം തെറ്റ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ മാപ്പ് പറയുകയാണെങ്കിൽ അവർ പഴയതുപോലെ തന്നെ തങ്ങളിലൊരാളാക്കി മാറ്റിയെടുക്കും. അവർക്ക് ഒരു തരത്തിലുള്ള ശിക്ഷ കൊടുക്കാനും തീരുമാനിച്ചിട്ടില്ല എന്ന് കാംനെ വ്യക്തമാക്കി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടു തന്നെ മനസ്സിലാവും ഇന്നലത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അല്ലേ, ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞു. ഒരു 3rd റൗണ്ട് അവസാന മീറ്റിങ്ങിലോട്ട് ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. കുറേ ഡ്രാഫ്റ്റ് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാക്കും, അതിൽ ഉടമ്പടികളും കാര്യങ്ങളൊക്കെ അതിൽ വെക്കും. അത് 3ാമത്തെ ഈ ഒരു മീറ്റിങ്ങിൽ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ യുദ്ധം കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും എന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇതേ സമയം ഇന്നലെയല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇറാൻ ഹോർമോസ് കടലെടുക്കുന്ന അവരുടെ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ട്. ഇന്നലെ കുറേ പേര് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കുറേ ന്യൂസിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഞാനായിട്ട് എടുത്ത് ചെയ്തില്ലാന്നേ ഉള്ളൂ. അതായത് ഇറാൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളിൽ നിന്ന്
മിസൈൽസ് പായിക്കുന്ന കുറേ രംഗങ്ങൾ ഇന്നലെ കണ്ടു കാണും നിങ്ങൾ. അതായത് മിസൈൽ പായിക്കുക മാത്രമല്ല, പ്രോപ്പറായിട്ട് അവർ എയിം ചെയ്ത പോയിന്റ് ടാർഗറ്റുകളിൽ ഇത് പോയി പൊട്ടുന്ന, ഒരു അണു വീട് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്ത രീതിയിൽ മാറി കറക്റ്റ് സ്ഥലത്ത് പൊട്ടുന്ന കുറേ വീഡിയോസ്, അത് ഒറിജിനൽ വീഡിയോസ് ഇന്നലെ അവർ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനെ സപ്പോർട്ടായിട്ട് അമേരിക്കയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും തന്നെ അമേരിക്കയുടെ അല്ല കേട്ടോ, റഷ്യയുടെയും ചൈനയുടെയും പല കപ്പലുകളും ഈ സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സൈനിക അഭ്യാസം എത്രത്തോളം ഇറാനെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്രത്തോളം അക്യുറസി ഇവരുടെ ഈ പറഞ്ഞ മിസൈലുകൾക്ക് ഉണ്ട് എന്നുള്ളത് മുമ്പും തെളിയിക്കപ്പെട്ടതാണ്. ഇത് വീണ്ടും അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഷിപ്പുകൾ, അതായത് സ്പീഡ് ബോട്ടുകളാണ്, അല്ലാണ്ട് അമേരിക്കയുടെ അർമഡകളൊന്നുമില്ല, അത്രയൊന്നുമില്ല. ഈ സ്പീഡ് ബോട്ടുകളിൽ നിന്ന് ഈ മിസൈൽ പോയി ഏത് രീതിയിലാണ് ഹിറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നുണ്ട്. ഇനി ആ സൈഡിൽ അവിടെ ഹിറ്റിനെ തകർക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളില്ല. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം ഇറാൻ ഒരു ബോംബ് വിടുകയാണെങ്കിൽ അമേരിക്കനെ പ്രതിരോധിക്കും. എത്ര പ്രതിരോധിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അത്തരത്തിലുള്ള കുറേ അഭ്യാസ പ്രകടനങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഒരു സ്ഥലത്ത് ചർച്ച നടക്കുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് തന്നെ ഇറാൻ്റെ പുതിയ ദീർഘദൂര കപ്പൽ വിരുദ്ധ മിസൈലായിട്ടുള്ള അബു മെഹദിയെക്കുറിച്ച് അത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക്, പ്രത്യേകിച്ച് USS എബ്രഹാം പോലത്തെ കപ്പലുകൾക്ക് ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചും ഇന്നലത്തെ പല ന്യൂസിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതിലെ വീഡിയോ പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ട് മിസൈലിൻ്റെ പ്രത്യേകത, അബു മെഹദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിസൈൽ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ദീർഘദൂര ക്രൂയിസ് മിസൈലുകളാണ്. ഇതിൻ്റെ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1000 കിലോമീറ്ററാണ്. അതായത് ഇത് കപ്പലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ ഇത് പോകുമ്പോൾ 1000 കിലോമീറ്ററും, അതേ സ്ഥാനത്ത് അന്തർവാഹിനി അതായത് സബ്മറൈനാണ് ഇത് വിക്ഷേപിക്കുന്നതിൽ 2600 കിലോമീറ്റർ വരെ പോകാൻ ഇതിന് പറ്റും എന്നാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ള ന്യൂസ്. അത് കടൽ നിരപ്പിനോട് ചേർന്ന് സീ സ്കിമ്മിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നതിനേക്കാൾ റഡാറുകൾക്ക് ഇത് കണ്ടെത്തുക വളരെ പ്രയാസമാണ്. കാരണം ഇതിൻ്റെ സമുദ്രത്തിൻ്റെ പരപ്പിൻ്റെ മേലെ കൂടെ, ഇതിപ്പോൾ മേലെ കൂടെ ഒന്നുമില്ല റഡാറിനെ പിടിച്ചെടുക്കാൻ, അത്രയും ലോ ലെവലിൽ സമുദ്രത്തിൻ്റെ സ്കിമ്മിംഗ് ലെവലിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റഡാറുകളിൽ പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 2020 അമേരിക്കയുടെ ഡോൺ ആക്രമണത്തിൽ ഖാസിം സുലൈമാനിക്കൊപ്പം കൊല്ലപ്പെട്ട ഇറാഖി മിലിറ്ററി കമാൻഡർ അബു മെഹദി അൽ മുഹദ്ദിസിൻ്റെ പേരാണ് ഈ ഒരു മിസൈലിന് ഇറാൻ കൊടുത്തിട്ടുള്ളത്. ഇത് അമേരിക്കയ്ക്ക് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് പേടി തന്നെയാണ്. കാരണം 2600 കിലോമീറ്റർ ദൂരപരിധി മിസൈലിനുണ്ടെങ്കിൽ ഹോർമോസ് കടലിടുക്കിന് അപ്പുറത്ത് ഇറാൻ്റെ ആണവശേഷി അല്ലെങ്കിൽ ഇറാൻ്റെ ഈ ഒരു മിസൈൽ ശേഷി പാഞ്ഞെത്തും എന്നുള്ളതിനുള്ള പ്രധാന ഒരു തെളിവും ഒരു എന്താ പറയുക, ഒരു അമേരിക്കയുടെ ഒരു പേടി സ്വപ്നം കൂടെ ആയിട്ട് മാറുന്ന അടുത്തൊരു മിസൈലും കൂടെ ഇറാൻ്റെ ശേഖരത്തിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അസിമെട്രിക് വാർഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ടേമാണത്. ആ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്കയുടെ നാവികസേനയോട് ഡയറക്റ്റ് പോയിട്ട് ഇറാൻ്റെ കപ്പലുകൾ അങ്ങ് പോയി ചെന്നിട്ട് ഡയറക്റ്റ് മുട്ടാനുള്ള ഒരു അവസ്ഥ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് ആ ഒരു കപ്പൽ പടയുടെ ഈ മാക്സിമം ഭാഗങ്ങളെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം പ്രഹരങ്ങൾ കൊടുക്കുക എന്നുള്ള ആ ഒരു ടെക്നിക്കിനാണ് ഈ അസിമെട്രിക് വാർഫെയർ എന്ന് പറയുന്നത്. അതാണ് ഇറാൻ ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരു യുദ്ധമുറയായിട്ട് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഏതാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ നിങ്ങൾ അവിടുന്ന് പിടിച്ചെടുക്കുന്ന ആൾക്കാർ ആരാണ്, അവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ വ്യക്തമായിട്ട് ഇറാന് ധാരണയുണ്ട്. അവർ ഓരോരുത്തരായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പുതുതായിട്ട് അവിടുന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസ് ഇന്ന് രാവിലെ കണ്ടതിൽ. ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് അറിയാം.